ഇനി ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്യാനുള്ള നെക്സ്റ്റ് മെത്തേഡാണ് ISCII. ISCII എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. ഇത് ഇന്ത്യൻ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ISCII കോഡ് എന്ന് പറയുന്നത്. ISCII കോഡിൽ 8 ബിറ്റ്സ് ഡേറ്റ റെപ്രസെൻറ്റേഷനാണുള്ളത്. ഇത് BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അംഗീകരിച്ചിട്ടുള്ള ഒരു കോഡാണ്. ഇപ്പോൾ ഇത് യൂണിക്കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരമായിട്ട് യൂണിക്കോഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് യൂണിക്കോഡ്. യൂണിക്കോഡ് എന്ന് പറയുന്നത് 8 ബിറ്റ് ASCII റെപ്രസെൻറ്റ് 250 ക്യാരക്ടേഴ്സ്. പക്ഷേ എല്ലാ റിട്ടൺ ലാംഗ്വേജസും ASCIIയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ യൂണിക്കോഡാണ് ഇപ്പം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു സ്റ്റാൻഡേർഡ് ക്യാരക്ടർ എൻകോഡിംഗ് സ്കീമാണ്. യൂണിവേഴ്സലാണ്, എഫിഷ്യൻ്റ് ആണ്. പിന്നെ ഉള്ളത് ഇത് എല്ലാ ക്യാരക്ടേഴ്സും ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു ലാംഗ്വേജ് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ ഒന്നുമില്ല. ഗ്ലോബൽ ലാംഗ്വേജസ് എല്ലാം നമുക്ക് യൂണിക്കോഡിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് 16 ബിറ്റ്സിൽ തന്നെ 65,536 ക്യാരക്ടേഴ്സാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഇത് മോർ ദാൻ 60 ബിറ്റ്സ് ഉള്ള യൂണിക്കോഡ് എല്ലാം ഓൾ റിട്ടൺ ലാംഗ്വേജസ് ഓഫ് ദി വേൾഡ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അടുത്ത റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ, ഇമേജ്, വീഡിയോ. അതായത് കമ്പ്യൂട്ടേഴ്സ് നമ്പേഴ്സും ക്യാരക്ടേഴ്സും മാത്രമല്ല ഓഡിയോ, ഇമേജ്, വീഡിയോ ഒക്കെ നമുക്ക് തരുന്നുണ്ട്. ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഡിജിറ്റൽ ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോ ഫയൽ ഫോർമാറ്റ്സിലാണെങ്കിൽ ഇമേജിലാണെങ്കിൽ JPEG ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇമേജ് JPEG ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ BMP കുറച്ചും കൂടി ലാർജ് ഫയലാണെങ്കിൽ BMP ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. TIFF ഫോർമാറ്റ്, GIF ഗ്രാഫിക് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ്. ആനിമേഷൻ ആണെങ്കിലാണ് GIF യൂസ് ചെയ്യുന്നത്. പിന്നെ PNG പോർട്ടബിൾ പബ്ലിക് നെറ്റ്വർക്ക് ഗ്രാഫിക്കൊക്കെ ഇമേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ ഫയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് WAV, MP3, MIDI, AAFF തുടങ്ങിയവ വീഡിയോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൽ തന്നെ WAV ഫയൽ എന്ന് പറയുന്നത് അൺകംപ്രസ്ഡ് സൗണ്ടും MP3 ഫയൽ എന്ന് പറയുന്നത് കംപ്രസ്ഡ് ഓഡിയോ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ MIDI എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫോൺ റിംഗ് ടൂൺസൊക്കെ മിഡിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ AVI ഓഡിയോ വീഡിയോ ഇൻ്റർലീവ്. പിന്നെ MP3, JPEG, WMV തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറിൽ. ഇങ്ങനെയാണ് നമുക്ക് ഓഡിയോ, ഇമേജ്, വീഡിയോ ഫയൽ ഫോർമാറ്റ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്.